ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനൊരു പഴഞ്ചൊല്ലി പറയട്ടെ. എഗെയിൻ ശങ്കരൻ ഈസ് ഓൺ ദ കോക്കനട്ട് ട്രീ. എന്താന്ന് മനസ്സിലായ? ശങ്കരൻ പിന്നെയും തെങ്ങുമ്മ തന്നെയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം മനസ്സിലായെന്ന് വിചാരിക്കണോ? നിങ്ങളെന്താ കമൻ്റ് ഇടാത്തെ? 2 ദിവസം ഇടും, പിന്നീടില്ല, പിന്നീടില്ല. എന്ത് സ്വഭാവം അത്? ഞാൻ മര്യാദയ്ക്ക് വീഡിയോ ഇടണില്ലേ? അപ്പം നിങ്ങൾക്ക് എന്താ കമൻ്റ് ഇട്ടാലേ? മര്യാദയ്ക്ക് ഇടുക. എന്നാൽ നമുക്ക് നമ്മുടെ 46ാമത്തെ പാർട്ടിലേക്ക് പോയാലോ? ഒരാഴ്ച വേഗത്തിൽ തന്നെ കടന്നുപോയി. ഇന്ന് ദേവിയുടെ വീട്ടുകാർ രേവതിയെ പെണ്ണ് കാണാൻ വരുന്ന ദിവസമാണ്. രാവിലെ തന്നെ തുമ്പിയും ആരുവും രേവതിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ശിവ വരുമെന്നുള്ളത് കൊണ്ട് പാർവണി നന്നായി അണിഞ്ഞൊരുങ്ങിയാണ് വന്നത്. നിന്റെ ഈ അണിഞ്ഞൊരുങ്ങലിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് തുമ്പി എനിക്ക്. ആരും അവളുടെ തലക്കിട്ട് കൊട്ടിക്കൊണ്ട് പറഞ്ഞു. പെണ്ണുങ്ങൾ മേക്കപ്പ് ചെയ്യുന്നിടത്ത് നിനക്കെന്താ പരിപാടി? ഇറങ്ങിപ്പോടാ റൂമിൽ നിന്ന്. പാർവണ അത് പറഞ്ഞ് ആരുവിനെ മുറിയിൽ നിന്നും പുറത്താക്കി. അവളുടെ ആ ഭാവം കണ്ട് രേവതി ഒന്ന് സംശയത്തോടെ നോക്കിയെങ്കിലും പാർവണ അറിയാത്ത പോലെ നിന്നു. ചെറുക്കനും കൂട്ടരും വന്നു. പുറത്തു നിന്ന് ആരു ഉറക്കെ വിളിച്ചു പറഞ്ഞു. രേവതിയുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കാൻ തുടങ്ങി. ചെക്കൻ നല്ല മൊഞ്ചനാണല്ലോ ചേച്ചി, നീ കണ്ട ശരിക്കും ഞെട്ടും. റൂമിലേക്ക് വന്നുകൊണ്ട് രശ്മി പറഞ്ഞു. ഓ പിന്നെ, ഞങ്ങൾ കാണാത്തല്ല ദേവസാറിനെ. പാർവണ വിറുവിറുത്തു. ചേച്ചി എന്തെങ്കിലും പറഞ്ഞാ? ഇല്ല, സമയാവാറായി അടുക്കളയിലേക്ക് നടക്കാന്ന് പറഞ്ഞതാ. ഞാനത് മറന്നു. അമ്മ ഇവളെ വിളിക്കാനാണ് എന്നെ പറഞ്ഞു വിട്ടേ. എന്നാ പോവാം. അതിനു മുമ്പ് 1 ലാസ്റ്റ് സെറ്റ് കൂടെ. അത് പറഞ്ഞ് 2 വളകൾ പാർവണ അവളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. ചായ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ രേവതിയുടെ കൈകൾ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ ചായ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം വാതിലിൻ്റെ അരികിൽ വന്ന് നിന്നു. ഞാനണിഞ്ഞൊരുക്കി വന്നതെല്ലാം വെറുതെ ആയില്ലോ മഹാദേവ. പാർവണ വന്നവരുടെ കൂട്ടത്തിൽ ശിവയില്ല എന്നറിഞ്ഞപ്പോൾ അവൾ സ്വയം പെറുപുറത്തു. ഇതാണ് ചെറുക്കൻ, പേര് ദേവാകൃഷ്ണ. തൃശ്ശൂരിൽ സ്വന്തമായിട്ട് ഒരു ഡിസൈനിങ് കമ്പനി, കൺസ്ട്രക്ഷൻ കമ്പനി, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനിയൊക്കെ ഉണ്ട്. കൂട്ടത്തിൽ ഒരമ്മാവൻ പറഞ്ഞു. രേവതിക്കും പാർവണിക്കും ആരുവിനും അച്ഛനും അല്ലാതെ മറ്റാർക്കും ദേവാദേവു പ്രണയത്തെക്കുറിച്ച് അറിയില്ല. ഇത് ദേവയുടെ അമ്മ, ഇതമ്മായി, ഞാൻ അമ്മാവൻ, ഇത് ചെറിയമ്മാവനും കൊച്ചമ്മാവനും. ഇനി ഒരു സഹോദരൻ കൂടിയുണ്ട്, ശിവരാഗ്, അവ പുറത്തുണ്ട്. ആ അമ്മാവൻ അത് പറഞ്ഞതും പുറത്തുനിന്ന് ഫോണിൽ സംസാരിച്ച് ശിവ അകത്തേക്ക് വന്ന് ഒരുമിച്ചായിരുന്നു. ദേ വന്നല്ലോ, ആ അമ്മാവൻ ശിവയെ നോക്കി പറഞ്ഞു. ശിവ എല്ലാവരെയും നോക്കി ചിരിച്ച് ദേവിയുടെ അരികിൽ വന്നിരുന്നു, പാർവണിയോടൊഴികെ. എങ്ങനെ ചിരിക്കാനാ? വാതിലിന്റെ മറവിൽ നിൽക്കുന്ന പാർവണിയെ ശിവ എങ്ങനെ കാണാനാ? എന്തായാലും മുൻപിലേക്ക് ഒന്ന് കയറി നിൽക്കാം, എന്നെ കണ്ട് ഞെട്ടുവെന്നറിയാലോ. പാർവ മുന്നിലേക്ക് കുറച്ച് കയറി രേവതിയുടെ അരികിലേക്ക് നിന്നു. പാർവണയെ കണ്ടപ്പോൾ ദേവ ഒന്ന് പുഞ്ചിരിച്ചു. പാർവണ തിരിച്ചു. അവൾ കുറേ നേരമായി ശിവയിൽ നിന്നും ഒരു പുഞ്ചിരി കിട്ടാനായി അവനെ കണ്ണെടുക്കാതെ നോക്കുമായിരുന്നു. പക്ഷേ അവൻ ഫോണിൽ നിന്നും കണ്ണെടുക്കാതെ അതിൽ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഫോണിൽ നിന്നും തല ഉയർത്തി നോക്കിയ ശിവ കാണുന്നത് പാർവണിയാണ്. അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം വീണ്ടും ഫോണിലേക്ക് തന്നെ നോക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ കണിഞ്ഞൊരുങ്ങി വന്ന് വെറുതെ ആയി. എന്നിവിടെ കണ്ടിട്ട് ഒരു മുഖത്തൊരു ഞെട്ടല് പോലും ഇല്ല, പാർവണ പെറുപുറത്തോണ്ട് പറഞ്ഞു. ഞങ്ങൾക്ക് പെൺകുട്ടി ഇഷ്ടായി, കൂട്ടത്തിലുള്ള അമ്മാവൻ രേവതിയുടെ അച്ഛനോടായി പറഞ്ഞു. രേവതിയുടെ അച്ഛൻ അവളുടെ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അമ്മയുടെ മുഖത്തും സമ്മതം എന്ന രീതിയിൽ ഒരു പുഞ്ചിരി കണ്ടതും അച്ഛൻ അവരുടെ സമ്മതവും രേവയുടെ വീട്ടുകാരെ അറിയിച്ചു. എന്തായാലും 2 കൂട്ടർക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് താലം കൈമാറാം. ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ആചാരാണ്. ചെറുക്കൻ പെണ്ണിന്റെ ആങ്ങളയ്ക്ക് ഈ താലം കൊടുത്ത് കല്യാണം ഉറപ്പിക്കണം. അത് പറഞ്ഞ് ചെറിയമ്മ കയ്യിലുള്ള താലം ദേവയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. പെണ്ണിന്റെ ആങ്ങളെ വിളിക്കൂ, അമ്മാവൻ രേവതിയുടെ അച്ഛനെ നോക്കി പറഞ്ഞു. എന്നാൽ രേവതിയുടെ അച്ഛൻ എന്ത് പറയണമെന്നറിയാതെ നിന്നു. അത് പിന്നെ ആങ്ങളായി, അച്ഛൻ എന്തോ പറയാൻ നിന്നതും ആരും രേവതിയുടെ അരികിലേക്ക് എത്തിയിരുന്നു. ഞാനാണ് പെണ്ണിന്റെ ആങ്ങള, അത് പറഞ്ഞ് ദേവിയുടെ കയ്യിലെ താലം അവൻ വാങ്ങിച്ചു.
അത് കണ്ട് എല്ലാവരുടെയും മുഖത്തൊരു നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു. എനിക്ക് തുമ്പിയും ദേവു ചേച്ചിയും രശ്മിയും ഒരേപോലെയാണ്. 3 പേരും എൻ്റെ സിസ്റ്റേഴ്സാണ്. രേവതിയുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ആരു പറഞ്ഞു. നിശ്ചയം വേണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. നേരിട്ട് കല്യാണത്തിനാണ് ഞങ്ങൾക്ക് താല്പര്യം, അമ്മാവൻ പറഞ്ഞു. ഞങ്ങളത് തീരുമാനിച്ചിട്ട് വൈകുന്നേരം അങ്ങോട്ടേക്ക് വിളിക്കാം. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, തിരക്കില്ല. അത് പറഞ്ഞ് ദേവയും വീട്ടുകാരും അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴി ദേവ തിരിഞ്ഞു നോക്കി എല്ലാവരോട് യാത്ര ചോദിച്ചു. ശിവയുടെ നോട്ടത്തിനായിരുന്നു പാർവണ കാത്തു നിന്നത്. പക്ഷേ അവൻ ഫോണിൽ നിന്നും കണ്ണെടുക്കാതെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറി. അത് കണ്ടതും പാർവണയ്ക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവും വന്നു. പക്ഷെ അവൾ അത് പുറത്ത് കാണിച്ചില്ല. കാർ മുന്നോട്ടെടുക്കാൻ നേരം ശിവ തല പുറത്തേക്കിട്ട് പാർവണയെ നോക്കി ഒന്ന് ചിരിച്ചു. അത് കണ്ടതും പാർവണിയുടെ മനസ്സിൽ എന്തോ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു വന്നു. അവൾ അതൊട്ടും പ്രതീക്ഷിച്ചില്ല ശിവ തന്നെ നോക്കി ചിരിക്കുമെന്ന്. ദേവയും വീട്ടുകാരും പോയതിനു പിന്നാലെ തന്നെ ആരും പാർവണിയും തിരിച്ചു വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് കയറുമ്പോൾ കണ്ണൻ്റെ അമ്മയും അച്ഛനെയും തൻ്റെ വീട്ടിൽ കണ്ടവൾ ഒരു സംശയത്തോടെ അവിടെ തന്നെ നിന്നു. ഇങ്ങോട്ട് വന്നേ, ഞങ്ങൾ നിന്നെ കാണാൻ വന്നതാ, കണ്ണൻ അവളെ തൻ്റെ അരികിലേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു. മോളെങ്ങോട്ടാ പോയിരുന്നേ? അമ്മ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ ദേവുവിൻ്റെ വീട് വരെ പോയതാ. അവളെ പെണ്ണ് കാണാൻ ഇന്നൊരു കൂട്ടർ വന്നിരുന്നു. എന്നിട്ട് ചെക്കന് ഇഷ്ടായി. ദേവുവിന് ഇഷ്ടായി. ഞങ്ങളുടെ കമ്പനിയിലുള്ള ആള് തന്നെയാ. അങ്ങനെയാണെങ്കിൽ കല്യാണം ഉടൻ തന്നെ ഉണ്ടാവുമല്ലോ. ഇനി തുമ്പിമോക്ക് ഒരു കല്യാണം വേണ്ടേ? അമ്മ സംശയത്തോടെ ചോദിച്ചു. അപ്പോൾ തന്നെ പാർവതിയുടെ മനസ്സിൽ ഒരു അപായമണി മുഴങ്ങുന്നുണ്ടായിരുന്നു. അവളൊന്നും മിണ്ടാതെ തന്നെ ഇരിക്കുന്നത് കണ്ട് അമ്മ വീണ്ടും പറഞ്ഞു തുടങ്ങി. ഞങ്ങൾ കണ്ണന് വേണ്ടി മോളെ കല്യാണം ആലോചിക്കാൻ വന്നതാണ്. അത് കേട്ട് പാർവണിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായില്ല. അവളൊരു അന്താളിപ്പോടെ ഇരിക്കുക മാത്രമാണ് ചെയ്തത്. ഞങ്ങളന്നും പറഞ്ഞില്ലേ നിന്നെ കാണാൻ ഒരു കൂട്ടർ വരുമെന്ന്? അത് കണ്ണൻ്റെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. പക്ഷെ അന്ന് നീ കല്യാണമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ കണ്ണൻ തന്നെയാണ് ഇപ്പൊ ഒന്നും വേണ്ടാന്ന് പറഞ്ഞത്. ദേവുവിൻ്റെ കല്യാണം ശരിയായ സ്ഥിതിക്ക് നിന്റെ കല്യാണം നോക്കാന്ന് വിചാരിച്ചു, ചായയുമായി വന്ന അമ്മ പറഞ്ഞു. 1 മിനിറ്റ്, ഞാനിപ്പോൾ വരാം. അത് പറഞ്ഞ് പാർവണ തൻ്റെ ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി. അവൾ നേരെ കണ്ണനെയാണ് വിളിച്ചത്. പക്ഷേ അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. അവൾ വീണ്ടും ട്രൈ ചെയ്തു. 2ാമത്തെ റിങ്ങിൽ അവൾ കോൾ എടുത്തു. എന്താ തുമ്പി, എന്താ കാര്യം? അവൻ അറിയാത്ത പോലെ ചോദിച്ചു. കണ്ണ, ഞാൻ ഇന്നലെ പറഞ്ഞോന്ന് നിനക്ക് മനസ്സിലായില്ലേ? നീ എന്താ പറയണേ തുമ്പി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കണ്ണ, നീ അഭിനയിക്കാണോ? ഇവിടെ കല്യാണാലോചനയ്ക്ക് നിന്റെ അച്ഛനും അമ്മയും ഒക്കെ വന്നിരിക്കണു. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? പാർവണ ദേഷ്യത്തോടെയായിരുന്നു അവർ ചോദിച്ചത്. അച്ഛനും അമ്മയും അവിടെ വന്നോന്നോ? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല, കണ്ണൻ അറിയാത്ത പോലെ പറഞ്ഞു. നീ അറിയാതെ അവരെങ്ങനെ ഇവിടെ എത്തി? നീ എന്നെ കളിപ്പിക്കണ്ട കണ്ണ. ഞാൻ എന്തിനാ തുമ്പി വെറുതെ പറയണേ? ഞാൻ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ തിരക്കിലാണ്. വീട്ടിലെ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. നീ എന്തായാലും പേടിക്കണ്ട. അവർ വന്ന് കണ്ടിട്ട് പോട്ടെ. ഞാൻ അമ്മയോട് എല്ലാ കാര്യവും സംസാരിക്കാം. നീ ശിവരാഗിനെ കണ്ടു വിളിച്ചോ? സംസാരിച്ചോ? അവൻ ചോദിച്ചു. ഇല്ല, ഞാൻ ശിവയെ കണ്ടിരുന്നു. പക്ഷെ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. നീ അടുത്ത കാലത്തെങ്ങാനും സംസാരിക്കുമോ തുമ്പി? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവനോട് സംസാരിക്കാം. നേരിട്ട് പറയുന്നതിൻ്റെ ഒരു ചളിപ്പൊന്നും നിനക്കുണ്ടാവില്ല. ഏയ്, അതൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാവാത്തെ? നീ ഒന്നും പേടിക്കണ്ട, ഞാനെല്ലാം ശരിയാക്കി തരാം. നിങ്ങളുടെ കല്യാണം നടത്തി കല്യാണത്തിന് പായസവും വിളമ്പിയിട്ട് ഇനി ഈ കണ്ണനും വിശ്രമമുള്ളോ? നീ എന്തായാലും കോള് കട്ട് ചെയ്തോ. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റാക്കാം. കണ്ണൻ അത് പറഞ്ഞു പാർവണയ്ക്ക് എന്തോ ഒരു സമാധാനം തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ കോള് കട്ട് ചെയ്ത് അകത്തേക്ക് നടന്നു. അകത്ത് കല്യാണത്തെക്കുറിച്ചും അതിനു മുമ്പ് എൻഗേജ്മെന്റ് നടത്തുന്നതിനെ കുറിച്ചും ഗംഭീരമായ ആലോചനയിലായിരുന്നു. പാർവണയ്ക്ക് അതിലൊന്നും താല്പര്യമില്ലാത്തതിനാൽ നേരെ റൂമിൽ കയറി വാതിലടച്ചു. അവൾ പോകാൻ നേരം തുമ്പിയെ വിളിച്ചെങ്കിലും അവൾ തലവേദനയാന്ന് പറഞ്ഞ് റൂമിൽ തന്നെ കിടന്നു. ഓരോന്നാലോചിച്ച് കിടന്ന് എപ്പോഴോ ഉറങ്ങിപ്പോയി. പിന്നീട് അച്ഛൻ വന്ന് ഡോറിൽ തട്ടി വിളിച്ചപ്പോഴാണ് അവൾ ഉണർന്നത്. എന്താ അച്ഛാ, എന്താ കാര്യം? അവൾ ചോദിച്ചു. കണ്ണനെ വിളിക്കണേ, മോളെ വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞു. അച്ഛൻ തൻ്റെ ഫോൺ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു.
പാർവണ ഫോൺ വാങ്ങി മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അതേസമയം അവളുടെ മുറിയിൽ കയറി അച്ഛൻ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ശേഷം ഫോണുമായി തൻ്റെ മുറിയിലേക്ക് പോയി ആ ഫോൺ എടുത്തു വെച്ചു. ഫോണുമായി പുറത്തേക്ക് ഇറങ്ങിയ തുമ്പി ചെറിയൊരു ഭയത്തോടെയാണ് കണ്ണനോട് സംസാരിച്ചത്. എന്താ എന്താ കണ്ണ ഈ സമയത്ത്? ശിവയെ കണ്ടോ? സംസാരിച്ചോ? അത് ചോദിച്ചതും കണ്ണന് വല്ലാത്തൊരു ദേഷ്യം മനസ്സിൽ വന്നു. പക്ഷേ അവൻ ആ ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് സൗമ്യമായി അവളോട് സംസാരിക്കാൻ ശ്രമിച്ചു. ഞാൻ അവൻ്റെ ഓഫീസിലേക്ക് ഇറങ്ങാണ്. ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് നിന്നെ വിളിച്ചത്. പക്ഷെ കോള് കണക്റ്റ് ആവണ്ടായിരുന്നില്ല, കണ്ണൻ പറഞ്ഞു. ചിലപ്പോൾ നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരിക്കും. എന്നാൽ ശരി, ഞാൻ എന്തായാലും ശിവയെ കണ്ടതിന് ശേഷം നിന്നെ വിളിക്കാം. എന്തായാലും നന്നായി പ്രാർത്ഥിച്ചോ, ഒരു ചിരി വരുത്തിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു. ശരി അണ്ണ. കോള് കട്ട് ചെയ്യണ്ട, അച്ഛന് കൊടുക്ക്, കണ്ണൻ പറഞ്ഞു. പാർവണ ഫോൺ അച്ഛൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. ഹലോ അച്ഛ, ഞാൻ പറഞ്ഞ പോലെ ചെയ്തോ? ചെയ്തു പോലെ. ഇനി അവൾ ആരെയും വിളിക്കില്ല, അത് അച്ഛൻ്റെ ഉറപ്പാ. അത് അച്ഛൻ ചെറിയ ദേഷ്യത്തോടെയാണ് പറഞ്ഞത്. കാരണം കണ്ണൻ അത്തരത്തിലുള്ള ഒരു കള്ളമായിരുന്നു അച്ഛനോടും പറഞ്ഞിരുന്നത്. പാർവണ ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുമായിട്ട് റിലേഷൻ ഉണ്ട് എന്നും ആ പയ്യനാണെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് എന്നും അതിൽ നിന്ന് പാർവണയെ പലതവണ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവൾ അതിന് സമ്മതിക്കുന്നില്ല എന്നും കുറച്ചു നുണകൾ പറഞ്ഞ് അച്ഛനെ വിശ്വസിപ്പിച്ചു. അതുമാത്രമല്ല, പാർവണയെ കല്യാണം കഴിക്കാൻ തനിക്ക് സമ്മതമാണെന്നും മറ്റു വിഷയങ്ങളൊന്നും തന്നെ തനിക്ക് പ്രശ്നമല്ല എന്നും പറഞ്ഞ് കണ്ണൻ അച്ഛനെ നന്നായി തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് പാർവണയുടെ ഫോൺ അച്ഛൻ എടുത്തു വെച്ചതും. എന്നാൽ ശരി അച്ഛാ, അച്ഛൻ എൻഗേജ്മെന്റിനുള്ള കാര്യങ്ങൾ തുടങ്ങിക്കോളൂ, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, കണ്ണൻ അത് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. അപ്പോൾ നല്ലൊരു പാർട്ടായിട്ട് നാളെ കാണാം. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടിനെ പ്രതീക്ഷിക്കുന്നു. ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.